മണ്ടോദരി 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 എന്തുപറ്റി മണ്ടോദരി ഏയ് മണ്ടോദരി മണ്ടോദരി എന്തേ അതാ പിന്നെയും പോയ മണ്ടോദരി 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 റബ്ബുലാലമീനായ തമ്പുരാനെ എന്താ ഇവിടെ ഞാൻ ഒന്നും കാട്ടിയിട്ടില്ല. ഇതൊന്നും കാട്ടിട്ടേ ഇതെത്ര വന്നേ? ഞാൻ പത്രടം വേണ്ടി വന്നാണ് കാക്ക. പത്രല്ലേ വീടിന്റെ അകത്താ? ഇല്ലാന്ന് പത്രടം വേണ്ടി വന്ന സമയത്ത് ഇതിലൂടെ ഭയങ്കര ബഹളം കേട്ടു. അതെ മോളെ മണ്ടോദരി മണ്ടോദരി എന്താ കാട്ടിയതെന്ന് പറയും. ഞാൻ ഒന്നും കാട്ടിയിട്ടില്ലാന്ന്. ഞാൻ ബോധം കെട്ട് കിടക്കണ് ഇവിടെ വന്ന ബോധിച്ച് അങ്ങോട്ട് വന്നു പറഞ്ഞ ബോധം കേട്ടാ ഓമ്പടെ ഇല്ലാത്താണ് വീട്ടിലാളില്ലാത്ത സമയത്ത് ചന്ദ്രൻ അങ്ങനെ കയറിയത്. മോളെ നിലവിളി കേട്ടപ്പോ നിങ്ങൾ കയറി നോക്കണ്ടേ? റബ്ബേ നാട്ടുകാരറിഞ്ഞെന്ത് മണ്ടോതിരെ പ്യാരിനെ കൊണ്ട് എത്ര പെട്ടെന്ന് നിങ്ങൾ വായോ. പ്യാരിന്റെ അടുക്ക് ഓന്റെ അടുക്ക് വാ വാ. വന്നിട്ട് പറയണത് ചില കാര്യങ്ങള് വേഗം പാടാ. ഇവിടെ ആ കിടക്കറായിട്ട് നിങ്ങള് സാവധാനത്തിൽ പറഞ്ഞ പോലെ സാവധാനം എന്റെ സാവധാനം ഞാൻ കാണിച്ചു തരാം. എന്താ കാട്ടിയേ? ഈ സത്യസന്ധമായിട്ട് പറഞ്ഞ നാട്ടുകാർ അറിയില്ല. സത്യസന്ധമായിട്ട് ജിന്നോട് പറഞ്ഞ നാട്ടുകാർ മോളെ ഒരു കാര്യം എന്തെങ്കിലും ഉദ്ദേശിച്ച് ഒരു പെണ്ണോട്ട് ഇവിടെ ഉള്ള ഒരു കുടുംബത്തിലുള്ള ഉള്ള സ്ഥലത്ത് എന്നോട് ഈ വീടിന്റെ അകത്ത് കയറിയാൽ ഞാൻ പറഞ്ഞതാണ്. ഞാൻ പത്രടാൻ വേണ്ടി വന്നതാണ്. ആ സമയത്ത് ഇതിലൂടെ കരച്ചിൽ കേട്ടു. അപ്പൊ ഞാൻ വന്ന് നോക്കിയതാണ്. അപ്പൊ ഈ സ്ത്രീ ഇവിടെ ബോധം കെട്ട് കിടക്കുകയാണ്. കോളോട് ചോദിച്ചാൽ അജ്ജ് പറഞ്ഞേക്ക് വിശ്വസിച്ച് ഞാൻ വരുമ്പോ കണ്ട കാഴ്ച അതല്ല. ഞാൻ കണ്ട കാഴ്ച അതെ. ആരോടൊക്കെ പറഞ്ഞു ഞാൻ എനിക്ക് വയസ്സ് എത്രയും തന്നെ ഞാൻ എല്ലാ സംഗതി അറിയാം. ഇത് കണ്ടറിയാം. ഇത്തിരി വെള്ളെടുത്തണ്ടോ? ഇത്തിരി വെള്ളെടുത്തണ്ട. എന്തിനാ പോയി അടുത്തണ്ടോ നമുക്ക്? കണ്ടോതിരിയേ കണ്ടോതിരിയേ ആളെ കുട്ടിയെ എന്താ അനക്കല്ലോ. അല്ല നിങ്ങളെന്നെ തളിച്ചോളി. അല്ല ഇപ്പൊ ഞാൻ തളിച്ചിട്ട് കുഴപ്പം വരണ്ട. ആളെ ആളെ നീ വണ്ടി മണ്ടോദരി മണ്ടോദരി കൊല്ലും ഞാൻ. എന്താ എന്താ പറഞ്ഞു? തുറന്നു പറഞ്ഞോ? എന്തായി? വേണ്ട വേണ്ട പറയണ്ടൊക്കെ മനസ്സിലാവട്ടെ. ഒന്നും പറയണ്ടൊക്കെ മനസ്സിലായി. പ്യാരിങ്ങോട്ട് വരട്ടെ. പ്യാരി വന്നിട്ട് പറഞ്ഞാ മതി. ഞാൻ പോട്ടെ. വേണ്ട വളച്ച് പറയണ്ടൊക്കെ കേട്ടാളത് റാണിയിലോട്ടെ കുട്ടിയെ പറഞ്ഞോട്ടെ പറഞ്ഞോട്ടെ ഞങ്ങൾക്ക് കേൾക്കും. എന്താണ് അവിടെ എന്താണ് എന്താ പറഞ്ഞോ? എവിടെ പാമ്പ്? എവിടെയാണ്? എന്താ നിങ്ങൾ കാണിക്കണേ? എന്തിനാ ഇത് പിടിച്ച് കുലുക്കണേന്ന്? എന്താ കാണിക്കണേ? എന്താ കാല് വറക്കണ? ആരെങ്കിലും വിളിച്ചേ? എവിടെ പാമ്പ്?
എങ്ങനെ ഇപ്പൊ ഇവിടുന്ന് ഇറങ്ങുക? ഞാൻ ഇന്നലെ ഇറങ്ങിയിട്ട് ആ പ്യാരിന്ന് വിളിക്കുന്നത് വിളിക്കണ ഞാൻ ഇവിടുന്ന് ഇറങ്ങൂല. നീ ഒരാളെ വിളിക്കും. കുട്ടിയെ ഒരാളെ വിളിച്ചിട്ട് ഇവിടുന്ന് ഇറക്കും. എന്റെ വള്ളിയാണോ? എന്താ കുട്ടിയെ ഇപ്പൊ ഞാൻ ഇവിടുന്ന് എങ്ങനെ ഇറങ്ങും? ഇജ്ജ് എങ്ങനെ ഇറങ്ങി? ഇജ്ജ് എങ്ങനെ കയറി? ഞാൻ എങ്ങനെ കയറി? എവിടെ പാമ്പിനെ കണ്ടുകൊണ്ടു ആൾക്കാരെ വിളിക്കും. എന്താ പണ്ട് പാമ്പാ? അതിന് ഇവിടെ എങ്ങനെ പാമ്പ് കയറാനാണ്? എങ്ങനെ പാമ്പ് തന്നെ? നീ അപ്പൊ ഈ വാതിൽ തുറന്ന് വലത്തിട്ടിട്ട് പോയാ? എനിക്ക് അറിഞ്ഞൂടെ, ഞാൻ കണ്ടെന്ന്. പ്യാരിയെ ഞാൻ സാധാരണത്തെ മാതിരി പത്രടാൻ വേണ്ടി വന്നതാണ്. അപ്പൊ നോക്കുമ്പോഴും മണ്ടോദരിയുടെ നിലവിളി കേൾക്കുന്ന എന്താന്ന് നോക്കാൻ വേണ്ടി വന്നതാ. നോക്കുമ്പോ ബോധം കെട്ട് കിടക്കണേ. എന്നിട്ട് ഇതിന്റെ മുകളിൽ കയറി എന്നിട്ട് എന്താ കാര്യം? ഇങ്ങോട്ട് താഴേക്ക് ഇറങ്ങ്. താരല്ലേ പാമ്പുണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കയറിക്കണോ? ഒരു പാമ്പിനെ കണ്ട് ഇങ്ങനെ പേടിക്കല. ഞാൻ പാമ്പ് ഇഴ ജന്തുവാന്ന്. അത് കേറി വന്നിങ്ങനെ കൊത്തങ്ങില്ല. എന്നാ പിന്നെ പോയി നോക്കണ നീ. നോക്കുണ്ണി അത് നോക്ക്. എന്തിനാ നീ ശരിക്കും കണ്ടായിനാ? ഞാൻ കണ്ടേട്ടാ. എവിടെ കണ്ടത്? എവിടെയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അവിടെ പോയി. അതങ്ങനെ പെട്ടെന്ന് പോരാ. പാമ്പുണ്ടാ സംഭവമുണ്ട്. വെറുതെ പറഞ്ഞല്ല. ഞാൻ പാത്രം നനക്കി നോക്കി അനക്കി കൈയിടല്ലേ ആ ബാറ്റ് വെച്ചൊന്നും. എടാ ഞാൻ പാമ്പിനെ ഞാൻ പിടിക്കും. എനക്കറിയാം. ഞാൻ പാമ്പിനെ പിടിച്ചിട്ടുണ്ട്. നീ കഥാപ്രസംഗം പറയാന്ന് ഒന്ന് അനക്കി നോക്കണത്. ഇറങ്ങിപ്പോടാ. പണ്ട് തെങ്ങട കേറിയത്. നീ മിണ്ടല്ല. എന്റെ അച്ചാച്ചനെ പാമ്പ് പിടിച്ചിട്ടാ കൊന്നു. ഒന്നുപോലെ എനിക്ക് ഈ പാമ്പിനെ ഞാൻ വിടില്ല. പിടിക്കും ഞാൻ പിടിച്ചു തരാം. കാരണം നമ്മ കൊല്ലേണ്ട ആവശ്യമില്ല. കൈയിടണ്ട. കൈയിടണ്ട. എന്താ സാറും അത് ചായ തിളപ്പിക്ക. നീ അത് അവിടെ വെച്ചിട്ട് ഒന്ന് പാമ്പിനെ പിടിക്കേണ്ട സാധനമാണ് ഇത്. മോനെ എനിക്ക് പത്രം കാണില്ലേ? ഇവിടെ ഒന്നുമില്ല. നിനക്ക് തോന്നിയതാണെന്ന് ഞാൻ കണ്ടു പേരേട്ടാ. കണ്ടാ ഉണ്ണി? ആ സിലിണ്ടർ മാറ്റി നോക്കിയേ. പോലെ ഫ്രിഡ്ജിന്റെ അറിയാം.